യേശുവിനോട് ഈ തർക്കിച്ച ബാധിച്ച ഈ പുരുഷാരം, ഈ മതവക്താക്കൾ ഒരുത്തൻ പോലും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ പിതാവ് ആകർഷിച്ച ജീസസിന്റെ അടുത്ത് വന്ന ഡിസൈപ്പിൾസ് എല്ലാം ആത്മീയമായിട്ടുള്ള ഉന്നമനത്തിന് വിധേയമായി ആത്മീയ പുരോഗതി പ്രാപിച്ച് അവർ ആത്മാവിൽ ആസ്വദിച്ച് ജീവിച്ചു പോയവരാണ്. പക്ഷെ ജീസസിന്റെ അടുത്ത് വന്ന പബ്ലിക് ആൻഡ് റിലീജിയസ് ലീഡേഴ്സ് ഒരുത്തൻ പോലും രക്ഷ പ്രാപിച്ചില്ല. സോ പിതാവ് എന്റെ അടുക്കൽ അയക്കുന്ന ഓരോ വ്യക്തിയെയും പിതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ സജ്ജമാക്കിയിട്ടാ ഞാൻ അവരെ വിടുന്നത്. സോ ആ കറക്റ്റായിട്ടുള്ള ആ ഡിസൈപ്പിൾഷിപ്പിൽ ഞാൻ അവരെ വാർത്തെടുത്തുകൊണ്ടേയിരിക്കുന്നു. ആയിരം ആൾക്കാർ വന്നു പോയി കഴിഞ്ഞു. ഇപ്പോഴും ഉണ്ട് ഡിസൈപ്പിൾസ് ഒത്തിരി. സോ എന്നെ എതിർക്കുന്നവർ അവരെതിർത്തിട്ട് പോകത്തേ ഉള്ളൂ. ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെയിൻ എനിത്തിങ്. മതക്രിസ്ത്യാനികളെ, നിങ്ങൾ അച്ഛന്മാരായിരിക്കാം, പാസ്റ്റർമാരായിരിക്കാം, പ്രാസംഗികന്മാരായിരിക്കാം, അപ്പോസ്റ്റലന്മാരായിരിക്കാം, പ്രവാചകന്മാരായിരിക്കാം, രക്ഷ വേണം, വീണ്ടെടുപ്പ് വേണം. ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. സോ ഞാൻ ഇന്ന് ശബ്ദിക്കുന്നത് എന്നെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്ത ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവം ആകർഷിക്കുന്നവർ എന്റെ അടുക്കൽ നിന്നും വരുന്നുണ്ട്. അവർ ആത്മീയ സത്യം പഠിക്കുന്നുണ്ട്. അവരതിനകത്ത് എക്സലാകുന്നുണ്ട്. അവർ ആ ജീവിതത്തെ നിവർത്തിച്ച് ഉല്ലാസത്തോടെ, ഉന്മേഷത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് വേണം, കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കും. 40-ാമത്തെ വാക്യം മുതൽ ഞാൻ ഇനി വീണ്ടും വായിക്കുന്നേ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. സോ നോക്കിയേ, യേശുവിനെ നോക്കിക്കൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്നവനെന്നല്ല എഴുതിയിരിക്കുന്നത്. അത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ യേശു പറഞ്ഞത് പുത്രനെ നോക്കിക്കൊണ്ട്. ആരാ പുത്രൻ? അന്ന് യേശു പുത്രനായിരുന്നു. അത് കഴിഞ്ഞ് 12 പേരെയും യേശു പുത്രത്വത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ശിഷ്യന്മാരെ യേശു എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചേ? ജനങ്ങളെയല്ല. കർത്താവിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചത് ജനങ്ങളെയല്ല, ശിഷ്യന്മാരെയാണ്. ശിഷ്യന്മാരെടുത്ത പ്രാർത്ഥനയെ പഠിപ്പിച്ചവ പറഞ്ഞത് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ. എന്റെ പിതാവേ എന്നല്ല യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ. സോ ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളെ എല്ലാം ആ പുത്രത്വത്തിനകത്ത് യേശു കൊണ്ടുവന്നു. ഇന്ന് ഞാനും ആ പുത്രത്വത്തിന്റെ അകത്ത് നിൽക്കുന്നു. ശരിയായ സുവിശേഷത്തിലൂടെ നിങ്ങൾക്കും പുത്രത്വത്തിനകത്തേക്ക് വരാം. സോ ഡിസൈപ്പിൾഷിപ്പിന്റെയും സൺഷിപ്പിന്റെയും ഒത്തിരിയേറെ വീഡിയോസ് ഞാൻ എന്റെ യൂട്യൂബിനകത്ത് ചെയ്തിട്ടുണ്ട്. ആഗ്രഹമുള്ളവർ എന്റെ ഫേസ്ബുക്കിലോ എന്റെ വാട്സാപ്പിലോ വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് അയച്ചു തരാം. ഓക്കെ. സോ പുത്രനിൽ നോക്കിക്കൊണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും. യേശുവിനെ നോക്കിക്കൊണ്ടല്ല. തെറ്റിക്കരുത്. ക്രിസ്ത്യാനി നിങ്ങൾ തെറ്റിക്കരുത്, ജനങ്ങളെ തെറ്റിക്കരുത്.